നമസ്കാരം. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രിപ്പോസിഷനുകളായ എക്രോസും എക്രോസ് ഫ്രമിനെ പറ്റിയാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. സ്കൂൾ കാലം മുതലേ നമ്മൾ എക്രോസും എക്രോസ് ഫ്രമും നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളതാണ്. നമുക്കത് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം തന്നെ എക്സാമ്പിൾ സെൻറ്റൻസിലോട്ട് പോകാം. സെൻറ്റൻസിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഞാൻ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്ന ആ ഡയഗ്രാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സ്ലൈഡിൽ ഞാൻ ബ്ലൂ ലൈനിൽ തിക്കായിട്ട് കാണിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ഇവിടുത്തെ സ്ട്രീറ്റാണ്, അതായത് ഞങ്ങളുടെ ഇവിടുത്തെ റോഡാണ്. ആ റോഡിൻ്റെ ഇരുവശങ്ങളിലുമുള്ള സ്ഥാപനങ്ങളാണ് ഞാൻ അവിടെ എഴുതിയിരിക്കുന്നത്. ലൈബ്രറിയുടെ ഓപ്പോസിറ്റായിട്ട് പോസ്റ്റ് ഓഫീസും ഗ്രോസറി സ്റ്റോറും ഉണ്ട്. പാർക്കിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഗ്യാസ് സ്റ്റേഷനും ഉണ്ട്. അപ്പോൾ ഞാൻ ഈ പോസ്റ്റ് ഓഫീസ്, ഗ്രോസറി സ്റ്റോർ, ഗ്യാസ് സ്റ്റേഷന് ഇവയെല്ലാം ഞങ്ങളുടെ സ്ട്രീറ്റിൻ്റെ ഇന്ന ഭാഗത്താണ് എന്ന് ഞാൻ പറയാൻ പോവുകയാണ്. അതായത് എക്രോസും എക്രോസ് ഫ്രമും ചേർത്ത് ഞാൻ പറയാൻ പോവുകയാണ്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ സെൻറ്റൻസിലോട്ട് പോവാം. പോസ്റ്റ് ഓഫീസ് ആൻഡ് ഗ്രോസറി സ്റ്റോർ ആർ എക്രോസ് ഫ്രം ദ ലൈബ്രറി. ആ സെൻറ്റൻസിൻ്റെ ആശയം എന്ന് വെച്ചാൽ പോസ്റ്റ് ഓഫീസും ഗ്രോസറി സ്റ്റോറും ലൈബ്രറിയുടെ ഓപ്പോസിറ്റാണ് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ അവിടെ എക്രോസ് കൊടുത്തിരിക്കുന്ന ആശയം ഓപ്പോസിറ്റ് എന്നുള്ളൊരു മീനിങ്ങാണ്. അതായത് എന്തെങ്കിലും ഒരു സ്ഥാപനമോ എന്തെങ്കിലും ഒരു വസ്തുവോ ഓപ്പോസിറ്റാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ എക്രോസ് ചേർത്തിരിക്കുന്നതാണ്. അവിടെ നമ്മൾ ഫ്രം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ആ ലൈബ്രറിയുടെ ഓപ്പോസിറ്റാണെന്ന് പറയുവാൻ വേണ്ടിയിട്ടാണ് ഞാനവിടെ എക്രോസ് ഫ്രം ഞാനവിടെ ചേർത്തിരിക്കുന്നത്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓപ്പോസിറ്റാണ് എന്ന് പറയുവാൻ വേണ്ടിയിട്ട് നമ്മൾ എക്രോസ് നമ്മൾ ചേർക്കാറുണ്ട്. അത് ഓർത്ത് വച്ചിരിക്കാം. അപ്പോൾ ലൈബ്രറിയുടെ ഓപ്പോസിറ്റാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനവിടെ എക്രോസ് ഫ്രം ഞാനവിടെ ചേർത്തിരിക്കുന്നത്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ ഓരോരോ സ്ഥാപനങ്ങൾ ഇന്ന ലൊക്കേഷനിലാണെന്ന് ഞാൻ പല രീതിയിൽ പറയാൻ പോവുകയാണ്. എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഡയഗ്രാമിൽ നോക്കുക, ഞാൻ ഏതേത് സ്ഥാപനങ്ങളാണ് പറയുന്നതെന്ന് നോക്കുക. അപ്പോൾ ഞാൻ ഏത് രീതിയിലാണ് ഇത് പറയുന്നത് എന്ന് ശ്രദ്ധിക്കുക. അവിടെയെല്ലാം ഞാൻ എക്രോസും എക്രോസ് ഫ്രമും മാറ്റി ഞാൻ ഉപയോഗിക്കും. അതൊന്ന് പ്രാക്ടീസ് ആകാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ നോക്കുക. നെക്സ്റ്റ്, ദ ഗ്യാസ് സ്റ്റേഷൻ ഈസ് എക്രോസ് ഫ്രം ദ പാർക്ക്. ഗ്യാസ് സ്റ്റേഷൻ പാർക്കിൻ്റെ ഓപ്പോസിറ്റാണ് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ പാർക്കിൻ്റെ ഓപ്പോസിറ്റ് ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ എക്രോസ് ഫ്രം നമ്മൾ ചേർത്തിരിക്കുന്നത്. നെക്സ്റ്റ്, തിരിച്ച് ഞാൻ പറയാൻ പോവാണ്. ദ പാർക്ക് ഈസ് എക്രോസ് ഫ്രം ദ ഗ്യാസ് സ്റ്റേഷൻ. പാർക്ക് ഗ്യാസ് സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റാണ് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ പിടികിട്ടിയെന്ന് വിചാരിക്കുന്ന എക്രോസ് ഫ്രമിൻ്റെ ആശയം ഓപ്പോസിറ്റാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ എക്രോസ് ഫ്രം ചേർത്തിരിക്കുന്നത്. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. ദ ഗ്യാസ് സ്റ്റേഷൻ ഈസ് എക്രോസ് ദ സ്ട്രീറ്റ്. ഇവിടെ ഞാൻ പാർക്കിനെ പറ്റി പറഞ്ഞിട്ടില്ല. ഗ്യാസ് സ്റ്റേഷന് സ്ട്രീറ്റിൻ്റെ ഒരു വശത്താണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതായത് ആ സെൻറ്റൻസിൻ്റെ ആശയം എന്ന് വെച്ചാൽ ഗ്യാസ് സ്റ്റേഷന് സ്ട്രീറ്റിൻ്റെ ഒരു വശത്താണ് എന്നാണ് ആ സെൻറ്റൻസിൻ്റെ ആശയം. അപ്പോൾ നമുക്ക് ഇങ്ങനെയെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഞാൻ പല രീതിയിൽ പറയുന്നുണ്ട്, അത് ഓർത്ത് വെച്ചിരിക്കുക. അവിടെ നമ്മൾ എക്രോസ് ഫ്രം ചേർത്തിട്ടില്ല. കാരണം നമ്മൾ പാർക്കിൻ്റെ ഓപ്പോസിറ്റ് ആണെന്നല്ല പറഞ്ഞിരിക്കുന്നത്, സ്ട്രീറ്റിൻ്റെ ഒരു വശത്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്രോസിൻ്റെ രണ്ടാമത്തെ മീനിങ് ഒരു വശത്താണ്, അതർ സൈഡിലാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എക്രോസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓർത്ത് വെച്ചിരിക്കുക. നെക്സ്റ്റ്, ദ ഗ്രോസറി സ്റ്റോർ ആൻഡ് പോസ്റ്റ് ഓഫീസ് ആർ അക്രോസ് ദ സ്ട്രീറ്റ്. ഇവിടെ ഞാൻ ലൈബ്രറിയെ ഞാൻ എടുത്തിട്ടില്ല. അതായത് ഗ്രോസറി സ്റ്റോറും പോസ്റ്റ് ഓഫീസും സ്ട്രീറ്റിൻ്റെ ഒരു വശത്താണ്, അല്ലെങ്കിൽ ഒരു സൈഡിലാണെന്ന് മാത്രമാണ് ഞാനവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അക്രോസ് മാത്രമാണ് ചേർത്തിരിക്കുന്നത്. ആ സെൻറ്റൻസിൻ്റെ ആശയം എന്തെന്ന് വെച്ചാൽ ദ ഗ്രോസറി സ്റ്റോർ ആൻഡ് പോസ്റ്റ് ഓഫീസ് ആർ അക്രോസ് ദ സ്ട്രീറ്റ്. പോസ്റ്റ് ഓഫീസും ഗ്രോസറി സ്റ്റോറും സ്ട്രീറ്റിൻ്റെ ഒരു സൈഡിലാണ് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അതായത് അതർ സൈഡിലാണ് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അതായത് മറുവശത്താണ് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. ദ ഗ്രോസറി സ്റ്റോർ ആൻഡ് പോസ്റ്റ് ഓഫീസ് ആർ അക്രോസ് ദ സ്ട്രീറ്റ് ഫ്രം ദ ലൈബ്രറി. സ്ട്രീറ്റിലെ ലൈബ്രറിയുടെ ഓപ്പോസിറ്റാണ് ഗ്രോസറി സ്റ്റോറും പോസ്റ്റ് ഓഫീസും ആണ് ഉള്ളത് എന്ന് പറഞ്ഞിരിക്കുന്ന സെൻറ്റൻസാണ്. അപ്പോൾ ഞാൻ പല രീതിയിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നേ ഉള്ളൂ. ഇവിടെ ഞാൻ ലൈബ്രറിയെ കൊണ്ടുവന്നു, അതുകൊണ്ട് ഞാൻ അവിടെ ഫ്രം ആഡ് ചെയ്തു. പല രീതിയിൽ ഞാൻ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾക്കൊന്ന് പ്രാക്ടീസ് ആകും. ഇങ്ങനത്തെ എല്ലാ രീതിയിലും നമുക്ക് പോസ്റ്റ് ഓഫീസും ഗ്രോസറി സ്റ്റോറും ഗ്യാസ് സ്റ്റേഷനും ഇന്ന സ്ഥലത്താണ് നമുക്ക് പറയുവാൻ സാധിക്കും. അപ്പോൾ ഒന്നുകൂടെ ഞാൻ സെൻറ്റൻസ് വായിക്കാം. ദ ഗ്രോസറി സ്റ്റോർ ആൻഡ് പോസ്റ്റ് ഓഫീസ് ആർ അക്രോസ് ദ സ്ട്രീറ്റ് ഫ്രം ദ ലൈബ്രറി. അതായത് സ്ട്രീറ്റിലെ ലൈബ്രറിയുടെ ഓപ്പോസിറ്റാണ് ഗ്രോസറി സ്റ്റോറും പോസ്റ്റ് ഓഫീസും ഉള്ളത് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. ഇങ്ങനെയും പറയാം. എക്രോസ് നമുക്ക് ആദ്യം ചേർത്തും പറയാം. എക്രോസ് ഫ്രം ദ ലൈബ്രറിയുടെ ഓപ്പോസിറ്റ് ആർ ദ ഗ്രോസറി സ്റ്റോർ ആൻഡ് പോസ്റ്റ് ഓഫീസ്. അതായത് ഗ്രോസറി സ്റ്റോറും പോസ്റ്റ് ഓഫീസും ലൈബ്രറിയുടെ ഓപ്പോസിറ്റാണ് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. എക്രോസ് നമുക്ക് ആദ്യവും ചേർത്ത് നമുക്ക് പറയാം. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. ദേ ആർ ബോത്ത് അക്രോസ് ദ സ്ട്രീറ്റ്. രണ്ടും സ്ട്രീറ്റിൻ്റെ ഒരു സൈഡിലാണ്, അതർ സൈഡിലാണ് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. പല രീതിയിൽ ഞാൻ പറഞ്ഞിരിക്കുന്നേ ഉള്ളൂ. ഇനി ഞാൻ ലൈബ്രറിയിൽ നിന്ന് ഞാൻ ഗ്രോസറി സ്റ്റോറിലോട്ട് ഞാൻ നോക്കുകയാണ്. അവിടെ നിന്ന് ഞാൻ ഗ്രോസറി സ്റ്റോറിലോട്ട് നോക്കുകയാണ്. അപ്പോൾ എനിക്കിങ്ങനെ പറയാം, ഐ ആം ലുക്കിംഗ് അക്രോസ് ദ സ്ട്രീറ്റ്. അതായത് ഞാൻ അതായത് സ്ട്രീറ്റിൻ്റെ മറുവശത്തേക്ക്, അതർ സൈഡിലേക്ക് നോക്കുകയാണ് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്.
പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. നമുക്കൊന്നുകൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. ഞാൻ മുമ്പ് പറഞ്ഞത് തന്നെയാണ്. സെൻറ്റൻസ് ഒന്നുകൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാണ്. ദ ഗ്രോസറി സ്റ്റോർ ഈസ് എക്രോസ് ദ സ്ട്രീറ്റ്. അതിൻ്റെ ആശയം എന്താണ്? ഗ്രോസറി സ്റ്റോർ സ്ട്രീറ്റിൻ്റെ ഒരു വശത്ത് ആണ് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസ് ആണ്. അതേപോലെ ദ ഗ്രോസറി സ്റ്റോർ ഈസ് എക്രോസ് ദ സ്ട്രീറ്റ് ഫ്രം ദ ലൈബ്രറി. സ്ട്രീറ്റിലെ ലൈബ്രറിയുടെ ഓപ്പോസിറ്റാണ് ഗ്രോസറി സ്റ്റോർ ഉള്ളത് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസ് ആണ്. ലൈബ്രറി ആഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമ്മളവിടെ ഫ്രം യൂസ് ചെയ്തു. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി ഞാനൊരു സെൻറ്റൻസ് പറയാം, അത് മലയാളത്തിൽ പറയാം, അത് നിങ്ങൾ ഇംഗ്ലീഷിലോട്ട് കൺവേർട്ട് ചെയ്യണം. നമുക്ക് നോക്കാം. സ്ട്രീറ്റിൽ തിയേറ്ററിൻ്റെ ഓപ്പോസിറ്റായിട്ട് അവനൊരു കട തുറന്നു എന്ന് നിങ്ങളെങ്ങനെ പറയും? ആ സെൻറ്റൻസ് വായിച്ച് പറയല്ലേ. സ്ട്രീറ്റിൽ തിയേറ്ററിൻ്റെ ഓപ്പോസിറ്റായിട്ട് അവനൊരു കട തുറന്നു എന്നെങ്ങനെ പറയും? അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഹി ഓപ്പൺ എ സ്റ്റോർ അക്രോസ് ദ സ്ട്രീറ്റ് ഫ്രം ദ തിയേറ്റർ. അതായത് സ്ട്രീറ്റിൽ തിയേറ്ററിൻ്റെ ഓപ്പോസിറ്റായിട്ട് അദ്ദേഹം ഒരു കട തുറന്നു എന്ന് പറഞ്ഞൊരു സെൻറ്റൻസ് ആണ്. അപ്പോൾ എക്രോസിനെ പറ്റി ഒരു ഐഡിയ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക, തെറ്റിപ്പോകരുത്. ഓപ്പോസിറ്റാണ് അല്ലെങ്കിൽ മറുവശത്താണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്രോസ് യൂസ് ചെയ്യുന്നത്. എക്രോസും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ഒരു ഐഡിയ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എക്രോസിൻ്റെ രണ്ടാമത്തെ മീനിങ്ങിലോട്ട് പോകാം. അതായത് തിങ്സ് ആർ ഇൻ എവരിവെയർ അല്ലെങ്കിൽ മെനി പ്ലേസസ്. അതായത് എല്ലായിടത്തും എല്ലാ സ്ഥലങ്ങളിലും എന്നിങ്ങനെയൊക്കെ ആശയം കൊടുക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ എക്രോസ് ചേർക്കാറുള്ളതാണ്. ഈ സെൻറ്റൻസുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. നമ്മളിപ്പോൾ പഠിച്ച ഒരു മെത്തേഡും ഞാനിനി പറയാൻ പോകുന്ന ആശയവും രണ്ട് ഡിഫറെൻ്റ് ആശയമാണ്. നമുക്ക് നോക്കാം. ഇങ്ങനത്തെ കാരണം കൊണ്ടാണ് നമുക്ക് ഈ എക്രോസിലൊരു കൺഫ്യൂഷൻ വരുന്നത്. ഓർത്തിരിക്കാം. നമുക്ക് നോക്കാം എക്രോസിൻ്റെ ഈ മീനിങ് നമുക്ക് നോക്കാം. സ്കൂൾ അക്രോസ് ദ കൺട്രി ആർ ഓപ്പൺ. അതായത് രാജ്യത്തെ എല്ലാ സ്കൂളുകളും ഓപ്പൺ ആണ് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസ് ആണ്. അപ്പോൾ എല്ലാ സ്ഥലത്തെ സ്കൂളുകളും എന്നൊരാശയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ എക്രോസ് ചേർത്തിരിക്കുന്നത്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. പീപ്പിൾ യൂസ് സെൽഫോൺ ഓൾ അക്രോസ് ദ വേൾഡ്. അല്ലെങ്കിൽ ഓൾ അക്രോസ് ദ വേൾഡ് പീപ്പിൾ യൂസ് സെൽഫോൺ. അതായത് രാജ്യത്തിലെ എല്ലാ ആൾക്കാരും മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞൊരു സെൻറ്റൻസ് ആണ്. അപ്പോൾ രാജ്യത്തെ എല്ലാ ആൾക്കാരും എന്ന് പറയാൻ വേണ്ടിയിട്ട് അവിടെ എക്രോസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓൾ അക്രോസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓൾ അക്രോസ് യൂസ് ചെയ്തതിൻ്റെ കാരണം എല്ലായിടത്തുമാണ് എന്നൊരു എംഫസൈസ് ചെയ്ത് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഓൾ എക്രോസിൻ്റെ മുന്നിൽ നമ്മൾ ചേർത്തിരിക്കുന്നത്. അപ്പോൾ എക്രോസ് അവിടെ കൊടുത്തിരിക്കുന്ന ആശയം എല്ലായിടത്തും, അതായത് ലോകത്തെല്ലായിടത്തും ആളുകൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞൊരു സെൻറ്റൻസ് ആണ്. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. ദ ന്യൂസ് സ്പ്രെഡ് ക്വിക്ക്ലി അക്രോസ് ദ കമ്മ്യൂണിറ്റി. അതായത് ന്യൂസ് പെട്ടെന്ന് തന്നെ കമ്മ്യൂണിറ്റിയിൽ സ്പ്രെഡായി എന്ന് പറഞ്ഞൊരു സെൻറ്റൻസ് ആണ്. അപ്പോൾ എല്ലായിടത്തും സ്പ്രെഡായി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ നമ്മൾ ഈ അക്രോസ് ചേർത്തിരിക്കുന്നത്. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. ദ മൂവി ഈസ് നൗ ഷോയിങ് ഇൻ തിയേറ്റേഴ്സ് അക്രോസ് അമേരിക്ക. അതായത് ഇപ്പോൾ ആ മൂവി അമേരിക്കയുടെ ഉടനീളം പ്രദർശിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസ് ആണ്. അപ്പോൾ അമേരിക്കയിൽ എല്ലായിടത്തും പ്രദർശിപ്പിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ നമ്മൾ എക്രോസ് ചെയ്തെടുത്തിരിക്കുന്നത്. അതായത് ത്രൂ ഔട്ട് ഇയേഴ്സ് നമ്മൾ പറയാറില്ലേ, ആ ഒരു മീനിങ് ആണ് ഈ എക്രോസ് അവിടെ കൊടുത്തിരിക്കുന്നത്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. വി കുഡ് ഹിയർ ദ ബെൽ ഓൾ അക്രോസ് ടൗൺ. അതായത് ഞങ്ങൾക്ക് ബെല്ല് സിറ്റിയിലെ എല്ലാ ഭാഗത്തും കേൾക്കുവാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞൊരു സെൻറ്റൻസ് ആണ്. അപ്പോൾ അവിടെ ആ ബെല്ല് എന്തെങ്കിലും ആകാം, ഒരു കോൺവെർസേഷൻ സെൻറ്റൻസ് ആണ്. ഒരു പള്ളിയുടെ ബെല്ലാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ കൊടുക്കുന്ന എന്തെങ്കിലും ബെല്ലാകാം. അപ്പോൾ ആ ബെല്ല് അവർക്ക് സിറ്റിയുടെ എല്ലാ ഭാഗത്തും കേൾക്കുവാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞൊരു സെൻറ്റൻസ് ആണ്. അപ്പോൾ എല്ലായിടത്തും കേൾക്കുവാൻ കഴിഞ്ഞു എന്ന് പറയാൻ വേണ്ടിയിട്ട് അവിടെ എക്രോസ് ആണ് ചേർത്തിരിക്കുന്നത്. ഓൾ അക്രോസ് ആണ് ചേർത്തിരിക്കുന്നത്. ഓൾ എല്ലായിടത്തും അത് എംഫസൈസ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓൾ ചേർത്തിരിക്കുന്നത്. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. എ സ്മൈൽ സ്പ്രെഡ് അക്രോസ് ഹെർ ഫേസ്. അതായത് അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു എന്ന് പറഞ്ഞൊരു സെൻറ്റൻസ് ആണ്. അപ്പോൾ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു, മുഖത്തെ ആ ഫേസിൽ പുഞ്ചിരി വിടർന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ എക്രോസ് ചേർത്തിരിക്കുന്നത്. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോകാം. ദ സൺലൈറ്റ് സ്പ്രെഡ് അക്രോസ് ദ മൗണ്ടൻ. അതായത് സൺലൈറ്റ്, സൂര്യപ്രകാശം മൗണ്ടൻസിൽ പടർന്നു സ്പ്രെഡ് ചെയ്തു എന്ന് പറഞ്ഞൊരു സെൻറ്റൻസ് ആണ്. അപ്പോൾ ആ മൗണ്ടനിലെ എല്ലാ ഭാഗത്തും അത് സ്പ്രെഡ് ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ എക്രോസ് ചേർത്തിരിക്കുന്നത്. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. ദ ഡിസീസ് സ്പ്രെഡ് ക്വിക്ക്ലി അക്രോസ് ദ കൺട്രി.
അതായത് ആ ഡിസീസ്, ആ രോഗം രാജ്യത്ത് പെട്ടെന്ന് പടർന്നു, രാജ്യത്തെല്ലായിടത്തും പെട്ടെന്ന് പടർന്നു എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ രാജ്യത്ത് എല്ലായിടത്തും പെട്ടെന്ന് പടർന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ എക്രോസ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എക്രോസും ഇങ്ങനെയും കാണുവാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ആശയം കൂടെ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ 2 ആശയം പഠിച്ചു, ലൊക്കേഷൻ പറയുവാനും പഠിച്ചു, എല്ലായിടത്തും മെനി പ്ലേസ് എന്നിങ്ങനെയൊക്കെ സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടും എക്രോസ് നമ്മൾ യൂസ് ചെയ്യുന്നു എന്ന് നമ്മൾ പഠിച്ചു. ഈ 2 ആശയങ്ങൾ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഇനി എക്രോസിൻ്റെ അടുത്തൊരു മീനിങ്ങിലോട്ട് പോകാം. ഇത് നമ്മൾ ആദ്യം പറഞ്ഞ മീനിങ്ങുമായിട്ട് ചെറിയൊരു ബന്ധമുണ്ട്, ആശയമുണ്ട്, സിമിലറാണ്. അതായത് ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് പോയി എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എക്രോസ് നമ്മൾ യൂസ് ചെയ്യാറുള്ളതാണ്. നമുക്ക് നോക്കാം, നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകളാണ്. നമുക്ക് നോക്കാം. ഐ വാക്ക്ഡ് അക്രോസ് ദ സ്ട്രീറ്റ് എന്ന് വെച്ചാൽ ഇത് നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. ഐ വാക്ക്ഡ് അക്രോസ് ദ സ്ട്രീറ്റ്. ഐ വാക്ക്ഡ് അക്രോസ് ദ സ്ട്രീറ്റ് എന്ന് വെച്ചാൽ ഞാൻ സ്ട്രീറ്റിൻ്റെ ഒരു വശത്ത് നിന്ന് മറ്റൊരു വശത്തേക്ക് നടന്നുപോയി എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. സ്ട്രീറ്റ് എന്ന് വെച്ചാൽ റോഡെന്ന് നിങ്ങൾ സംഗതി, റോഡ് തന്നെയാണ് സ്ട്രീറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഞാൻ റോഡിൻ്റെ ഒരു വശത്ത് നിന്ന് മറ്റൊരു വശത്തേക്ക് നടന്നു പോയി എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോകാം. ഐ സ്വാം അക്രോസ് ദ റിവർ ടു റീച്ച് അതർ സൈഡ്. അതായത് നദിയുടെ അക്കരെ കരയെത്താൻ, അതർ സൈഡിലെത്താൻ ഞാൻ നദി നീന്തി എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. പാസ്റ്റൻസാണ്, സ്വാമാണ്, സ്വിമ്മിൻ്റെ പാസ്റ്റ് ഫോമാണ്. നെക്സ്റ്റ്, ഷീ റോഡ് ഹെർ ബൈക്ക് അക്രോസ് ദ പാർക്ക് ടു ഗെറ്റ് ടു ദ പ്ലേ ഗ്രൗണ്ട്. അതായത് പ്ലേ ഗ്രൗണ്ടിൽ എത്താൻ വേണ്ടിയിട്ട് അവളുടെ ബൈക്ക് പാർക്കിൻ്റെ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലോട്ട് ഓടിച്ചു എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. ദേ ട്രാവൽഡ് അക്രോസ് ദ കൺട്രി ടു എക്സ്പ്ലോർ ഡിഫറെൻറ്റ് റീജിയൻ. അതായത് അവർ പല സ്ഥലങ്ങൾ കാണുവാൻ വേണ്ടിയിട്ട്, രാജ്യത്തിലെ പല സ്ഥലങ്ങൾ കാണുവാൻ വേണ്ടിയിട്ട് അവർ രാജ്യത്തിലുടനീളം സഞ്ചരിച്ചു എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. ദേ ട്രാവൽഡ് അക്രോസ് ദ കൺട്രി ടു എക്സ്പ്ലോർ ഡിഫറെൻറ്റ് റീജിയൻ. അതായത് പല സ്ഥലങ്ങൾ കാണുവാൻ വേണ്ടിയിട്ട് അവർ രാജ്യത്തിലുടനീളം സഞ്ചരിച്ചു എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ രാജ്യത്തിലുടനീളം സഞ്ചരിച്ചു എന്നൊരു ആശയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ എക്രോസ് ചേർത്തിരിക്കുന്നത്. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോകാം. ദ ആക്സിഡൻറ്റ് ഹാപ്പൻ ജസ്റ്റ് അക്രോസ് ദ സ്റ്റേറ്റ് ലൈൻ. ഇത് നമ്മൾ മുമ്പേ പറഞ്ഞ ആശയമാണ്. അതായത് ആക്സിഡൻറ്റ് സ്റ്റേറ്റ് ലൈനിൻ്റെ അതർ സൈഡിലാണ്, അതായത് മറുവശത്താണ് നടന്നത് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. ദ ആക്സിഡൻറ്റ് ഹാപ്പൻ ജസ്റ്റ് അക്രോസ് ദ സ്റ്റേറ്റ് ലൈനിൻ്റെ തൊട്ടപ്പുറത്താണ്, അതായത് മറുവശത്താണ് ആക്സിഡൻറ്റ് നടന്നത് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോകാം. ഓവർ 3000 റെഫ്യൂജീസ് ഫ്ലഡ് അക്രോസ് ദ ബോർഡർ. അതായത് 30,000-ലധികം ആൾക്കാർ ബോർഡർ മറികടന്നു എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. ബോർഡർ മറികടന്ന് ഇന്ന രാജ്യത്തിലെത്തി എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അവിടെയും അക്രോസ് കൊടുത്തിരിക്കുന്ന ആശയം ഒരു സ്ഥലത്ത് മറികടന്നു, അതായത് ആ രാജ്യത്ത് നിന്ന് ബോർഡർ മറികടന്ന് ഇപ്പുറത്ത് എത്തി എന്നൊരു ആശയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ എക്രോസ് ചേർത്തിരിക്കുന്നത്. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോവാം. ദേ ആർ ബിൽഡിങ് എ ന്യൂ ബ്രിഡ്ജ് അക്രോസ് ദ റിവർ. അവർ ബ്രിഡ്ജിന് കുറുകെയായിട്ട് ഒരു ബ്രിഡ്ജ് പണിയുകയാണ് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. ദേ ആർ ബിൽഡിങ് എ ന്യൂ ബ്രിഡ്ജ് അക്രോസ് ദ റിവർ. അവർ റിവറിൻ്റെ കുറുകെയായിട്ട്, നദിയുടെ കുറുകെയായിട്ട് ഒരു ബ്രിഡ്ജ് പണിയുകയാണ് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ നദിയുടെ കുറുകെ, അതായത് ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് ബ്രിഡ്ജ് പണിയുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ എക്രോസ് ചേർത്തിരിക്കുന്നത്. നെക്സ്റ്റ് സെൻറ്റൻസിലോട്ട് പോകാം. ഷീ വാക്ക്ഡ് അക്രോസ് ദ റോഡ്. നമ്മൾ മുമ്പേ പറഞ്ഞതിൻ്റെ കൂട്ട് അവൾ റോഡ് മറികടന്നു, അതായത് ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലോട്ട് പോയി എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ഷീ റീച്ച്ഡ് അക്രോസ് ദ ടേബിൾ ടു ഷേക്ക് ഹിസ് ഹാൻഡ്. അവന് ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവൾ ടേബിളിൻ്റെ ഇപ്പുറത്തെ വശത്ത് വന്നു എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ ടേബിളിൻ്റെ ഇപ്പുറത്തെ വശത്ത് വന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ നമ്മൾ എക്രോസ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആശയം നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഒരു സൈഡിൽ നിന്ന് മറു സൈഡിലോട്ട് പോയി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എക്രോസ് നമ്മൾ സെൻറ്റൻസുകൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഇനി അതേപോലെ മെഷർമെൻ്റ് ഒക്കെ അളക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എക്രോസ് ചിലപ്പോൾ കേൾക്കുവാൻ സാധിക്കും. അതായത് ഈ സൈഡിൽ നിന്ന് ഈ സൈഡിലോട്ട് ഇത്രയധികം നീളമുണ്ട്, വീതിയുണ്ടെന്നൊക്കെ പറയുവാനായിട്ട് നമ്മൾ എക്രോസ് നമ്മൾ കേൾക്കുവാൻ സാധിക്കും. ഒരു സെൻറ്റൻസ് പറയാം. ദ ഹോൾ വാസ് 10 feet അക്രോസ് എന്ന് വെച്ചാൽ ഹോളിന് 10 ഫീറ്റോളം വീതി ഉണ്ടായിരുന്നു. അതായത് ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലോട്ട് 10 ഫീറ്റോളം വീതി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കും. അതേപോലെ പല രീതിയിൽ നമുക്ക് എക്രോസ് നമുക്ക് കേൾക്കുവാൻ സാധിക്കും. 2 സെൻറ്റൻസ് എടുക്കാം. അതൊക്കെ നിങ്ങൾ ആ സെൻറ്റൻസിൻ്റെ ആശയത്തിൽ നിന്ന് മനസ്സിലാക്കിക്കോണം. ഒരു സെൻറ്റൻസ് നോക്കാം. വി സ്പ്രെഡ് ദ പിക്നിക് ബ്ലാങ്കറ്റ് അക്രോസ് ദ ഗ്രാസ്. അതായത് ഞങ്ങളുടെ പിക്നിക് ബ്ലാങ്കറ്റ് ഗ്രാസിൽ വിരിച്ചു എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. ഗ്രാസ് എന്ന് വെച്ചാൽ പുല്ലിൽ വിരിച്ചു എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അതായത് ടൂറിന് പോയ ആൾക്കാർ അവരുടെ പിക്നിക് ബ്ലാങ്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഇരിക്കാൻ വേണ്ടിയിട്ട് ആ ബ്ലാങ്കറ്റ് പുല്ലിലൂടെ പുല്ലില്ലേ ആ മൈതാനത്തൂടെ വിരിച്ചു എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ അതിൻ്റെ പുറത്തൂടെ വിരിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ എക്രോസ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് സെൻറ്റൻസുകളിൽ കാണാം. അപ്പോൾ നിങ്ങൾ സെൻറ്റൻസുകളിൽ നിന്നെ ആശയം മനസ്സിലായിക്കോണം, അതൊക്കെ പെട്ടെന്ന് പിടികിട്ടും.
അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് സെൻറ്റൻസുകൾ എക്രോസ് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഓർത്ത് വെച്ചിരിക്കാം. ആദ്യത്തെ ലൊക്കേഷൻ പറയുന്ന കാര്യം ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അത് മറന്നുപോലെ നമ്മൾ സ്ഥിരമായിട്ട് കമ്മ്യൂണിക്കേഷനിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ആ ഒരു പോയിൻ്റ് ഓർത്ത് വെച്ചിരിക്കുക. അതേപോലെ തന്നെ ഒരു സൈഡിൽ നിന്ന് മറുവശത്തോട്ട് പോയി എന്നൊരാശയവും നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നീട് എവരിവെയർ എന്നുള്ള ആശയം കൂടെ ഓർത്ത് വെച്ചിരിക്കണം. എല്ലായിടത്തും എന്നുള്ളൊരു ആശയം കൂടെ ഓർത്ത് വെച്ചിരിക്കണം. ആ 3 ഭാഗവും നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.